നമസ്കാരം. കൂടത്തായി കൂട്ടക്കൊലക്കേസ്, പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ മരണം, ഷാരോൺ വധക്കേസ് തുടങ്ങി കേരളത്തിലേറെ ചർച്ചയായ കൊലപാതക കേസുകളിൽ അന്വേഷണം നടത്തി പ്രതികളെ അഴിക്കുള്ളിലാക്കിയ ഡി ശില്പ IPS ഇനി CBIയിൽ. CBIയുടെ അന്വേഷണ നിയമനിർവഹണ സേവനങ്ങളിലേക്കാണ് ഡി ശില്പയുടെ മാറ്റം. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായിരിക്കെയാണ് അവർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത്. കാസർഗോഡ് ജില്ലയുടെ ആദ്യ വനിതാ ജില്ലാ പോലീസ് മേധാവിയും ശില്പ തന്നെയായിരുന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ 5 വർഷത്തേക്കാണ് നിയമനം. കാസർഗോഡിന്റെ താൽക്കാലിക ചുമതല കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പാലിവാഡിന് നൽകി. ചുമതല ഇന്ന് കൈമാറി. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ട് ഫാറൂഖിയ മസ്ജിദിന് സമീപത്തെ ബൈത്തുൽ റഹിമയിലെ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് വ്യക്തമായതിനു പിന്നിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡി ശില്പയുടെ അന്വേഷണ മികവുണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ മേൽനോട്ടത്തിൽ DCRB DYSP KJ ജോൺസണിന്റെയും ബേക്കൽ ഇൻസ്പെക്ടർ KP ഷൈൻ്റെ നേതൃത്വത്തിലുള്ള 11 പോലീസ് സംഘമാണ് പ്രതികളെ അന്ന് പിടികൂടിയത്. ഈ കേസിലേക്ക് DYSP KJ ജോൺസണിനെ കൊണ്ടുവന്നതും ശില്പയായിരുന്നു. ജോൺസന്റെ അന്വേഷണ മികവ് അടുത്തു നിന്നറിഞ്ഞ IPSകാരിയാണ് ശില്പ. പാറശാലയിലെ ഷാരോൺ വധവും ഊരുട്ടമ്പലത്തെ ഇരട്ടക്കൊലയും ജോൺസൺ തെളിയിച്ചപ്പോഴും അന്വേഷണ മേൽനോട്ടം ശില്പയ്ക്കായിരുന്നു. ഷാരോൺ വധക്കേസിൽ കേസ് സമൃദ്ധമായി അന്വേഷിച്ചതിന് കേരള പോലീസിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘത്തെ ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും പല ഘട്ടങ്ങളിലും വെല്ലുവിളി നിറഞ്ഞപ്പോഴും ശില്പയടങ്ങുന്ന സംഘത്തിന്റെ കൃത്യമായ അന്വേഷണമാണ് കൊലയാളിയിലേക്ക് എത്തിച്ചത്. 85 ദിവസത്തിനകമാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഒടുവിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും വാങ്ങിക്കൊടുത്തു. മറ്റൊന്ന് കൂടത്തായി കൊലക്കേസായിരുന്നു. ബന്ധുക്കളായ 6 പേരെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായിരുന്നു ജോളി. ഭർത്താവ് റോയി തോമസ് ഉൾപ്പെടെ കൂടത്തായി പൊന്നാമറ്റം തറവാട്ടിലെ 6 പേരെയാണ് 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. 2019 കൊലപാതകങ്ങളുടെ വിവരം പുറത്തറിയുന്നത്. 6 മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ റിപ്പോർട്ടായിരുന്നു കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മരണങ്ങളും കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. അന്വേഷണ സംഘം വിപുലീകരിച്ചപ്പോഴാണ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി KG സൈബണിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടിയത്. അന്ന് കണ്ണൂർ ASP ഡി ശില്പയും ഒപ്പം ചേർന്നു. അങ്ങനെ അന്വേഷണത്തിൽ പ്രതിയായ ജോളിയെ കണ്ടെത്താനും ശിക്ഷ വാങ്ങിച്ചു നൽകാനും ശില്പയടങ്ങുന്ന അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു. കൊലപാതക കേസുകൾ കൂടാതെ നിരവധി മയക്കുമരുന്ന് വേട്ടയും ഡി ശില്പയുടെ ലിസ്റ്റിലുണ്ട്. കോവിഡ് കാലത്ത് കാസർഗോഡ് മികച്ച പ്രവർത്തനം നടത്താനും അവർക്ക് സാധിച്ചിരുന്നു. 2016 IPS ബാച്ചുകാരിയായ ശില്പ ജില്ലയുടെ പോലീസ് മേധാവിയായി 2ാം തവണയാണ് എത്തിയത്. ബംഗളൂരു സ്വദേശിനിയായ ശില്പ 2024 ഓഗസ്റ്റിലാണ് കാസർഗോഡ് പോലീസ് മേധാവിയായി ചുമതലയേറ്റത്. ഡി ശില്പയെ പുതിയ ജില്ലാ പോലീസ് മേധാവിയായി വീണ്ടും നിയമിച്ചത് കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറലായി ജോലി നോക്കുന്നതിനിടയിലായിരുന്നു പുതിയ ചുമതല ഏൽപ്പിച്ചത്. ബംഗളൂരു HSAR ലേഔട്ട് സ്വദേശിയായ ശില്പ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. നേരത്തെ 2020 കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായി മികച്ച സേവനം കാഴ്ചവെച്ചിരുന്നു. കാസർഗോട്ടെ ആദ്യ വനിതാ ജില്ലാ പോലീസ് മേധാവി എന്ന പ്രത്യേകതയും ശില്പയ്ക്കുണ്ട്. ശില്പ പ്രൊബേഷന്റെ ഭാഗമായി കാസർഗോഡ് ASP ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. കുറ്റാന്വേഷണ രംഗത്തെ മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥയാണ് ഇവർ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കാസർഗോഡിനെ അടുത്തറിയാവുന്ന പോലീസുകാരി.